International with Madras Talkies presenting you Thug Life. കേരളത്തിലേക്ക് Thug Life എത്തിക്കുന്നത് ശ്രീ ഗോകുല മൂവീസ് ആണ് through Dream Big Pictures and this is an event being done by Red FM over here. ഗംഭീര ഓഡിയൻസ് അവിടെ നിന്നൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എണീച്ച് കമൽ സാറിനെ അടുത്ത് കാണാനായിട്ടാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നതെന്ന് അറിയാം. ട്രെയിലേഴ്സ് മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ കണ്ടാണ്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ ഇവിടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം ഇന്ന് നമ്മൾ തഗ് ലൈഫിന്റെ ട്രെയിലർ ഈ LED വാളിൽ വിസ്താരമായിട്ട് കാണാൻ പോവുകയാണ്. ആരുടെ കൂടെയാണ്? അഭിരാമിയുണ്ട്, ജോജുണ്ട്. അവർ പറഞ്ഞല്ലേ ട്രെയിലർ തഗ് ലൈഫ് സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. And look what a coincidence. And Kamal sir and Gokulan sir, they also knew each other for a long time. So this is a circle. This is a circle. Sri Gokulan sir is Dr. Chidambaram. He was the Parvati Nath in the movie. Any kind of parallel. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ അനുഭവമാണ്. കാരണം അദ്ദേഹത്തിന് ഓരോ നിമിഷം ഓരോ അഭിനയങ്ങൾ കാണുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ചത്. മലയാളികൾക്ക് അഭിമാനമാണ്. കാരണം ഇങ്ങനെ ഇവര് കമലഹാസന്റെ കൂടെയൊക്കെ ഒരു നല്ല സിനിമ അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. പിന്നെ റഹ്മാന്റെ പാട്ട് എല്ലാം കൊണ്ടും ഏറ്റവും നല്ല പടം ആണ് എന്ന് കാരണം ടെക്നോളജിന്റെ ഒരു പ്രത്യേക താല്പര്യമെടുത്ത് അതായത് പ്രചരണത്തിൽ അഭിനയിക്കുക. അത് മലയാളികൾ മുഴുവൻ കാണണം എന്നൊരു ആഗ്രഹത്തിലാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റുന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. നന്ദി, നമസ്കാരം. ഒരു ഗംഭീര കരടി അദ്ദേഹം സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്രമാത്രം പാഷനേറ്റ് ആണ് സിനിമയെ കുറിച്ച്, കമൽ സാറിനെ കുറിച്ച്, തഗ് ലൈഫിനെ കുറിച്ച്. ഒരു ഗംഭീര കരടി ഫോർ വൺ ആൻഡ് ഓൺലി ശ്രീ ഗോകുലൻ ഗോപാലൻ സാർ. രസകരമായ ഒരു സംഭവം പറഞ്ഞാൽ കമൽ സാറിന് ഗുണ എന്ന സിനിമയിലെ അഭിരാമി എന്ന പേരിലെ ക്യാരക്ടർ വെച്ചിട്ടാണ് അഭിരാമിയുടെ പേര് നാമിരിക്കുന്നത് ഒരു കഥ കൂടി അല്ല. വെൽക്കം പറയാറ് എന്റെ നാടാണ്, ഞാൻ ജനിച്ച് വളർന്ന ഇവിടേക്ക് കിടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് പോലെ തന്നെയാണ്. ഞാൻ ഈ കനോക്കുന്നിലൊക്കെ കളിച്ചു കൊണ്ട് നടന്ന ആളാണ്. അവിടെയാണ് ഞാൻ വളർന്നത്. സോ ഡെയിലി അച്ഛനമ്മയെ വാക്കിങ്ങിലേക്ക് കൊണ്ടുവരും. ഈ വേദിയിൽ തന്നെ ഞാൻ പല പ്രാവശ്യം ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് അതിനെല്ലാം ഉപരി ഞാൻ ഇന്ന് ഒരു അഭിനേത്രിയായി ഇവിടെ നിൽക്കുന്നതിനും തിരുവനന്തപുരത്തിനും മലയാളികൾക്കും വലിയൊരു പങ്കുണ്ട്. അത് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഈ വളർച്ചയ്ക്ക് നിങ്ങളില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സോ അതിന് ഫസ്റ്റ് നന്ദി നിങ്ങളുടെ ഞാൻ പറയുന്നത്, എല്ലാ മലയാളികളുടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു ഗംഭീര സിനിമയുടെ ഭാഗമാണ് കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പല വീടുകളിലും നന്ദി പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മേളിലായി നമ്മൾ ഈ പടത്തിന് പ്രൊമോഷൻസായി ഇന്ത്യ എമ്പാടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായി കലയ്ക്ക് എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് ഒരു നല്ലൊരു കലാപ്രകടനമായിരുന്നു ആ റിഗാത്ത കാഴ്ചവെച്ചത്. അത് മലയാളികളുടെ ഒരു മഹത്വം. ഫാൻസ് ഉണ്ട്, എല്ലായിടത്തും കലാ ആസ്വാദകരുണ്ട്. പക്ഷെ കലാകാരന്മാരെ കലാകാരികളെ ഇങ്ങോട്ട് ക്ഷണിച്ച് വരുത്തുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിലും കലയുണ്ട്. ഞങ്ങളുടെ കല സമർപ്പണമാണെന്ന് പറയുന്നത് മലയാളികളെ കൊണ്ടേ പറ്റുള്ളൂ. സോ അത് എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നിയത്. ഇതിന്റെ രസം പറഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ആക്ച്വലി ജോജോനെ കുറിച്ച് ഗോപാലൻ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കഥ പറഞ്ഞു. ഫസ്റ്റ് ഷൂട്ടിങ്ങിന് ജോജോട്ടിന് ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ജോജോട്ടിൻ്റെ അടുത്ത് കമൽ സാർ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ജോജോട്ടിന് എന്നെ വന്നത് ആ മുഖത്തെ ആ ഒരു പുഞ്ചിരി, ആ ഒരു സന്തോഷം. ജോജോട്ട എനിക്ക് അത്രയും സന്തോഷമുണ്ട്. ജോജോട്ടൻ്റെ ഈ ഒരു ഉയർച്ചയിൽ ഇനി ചെന്നൈയിൽ ഒരു ഇല്ല വാങ്ങിക്കും. So proud of you, Trisha. So amazing to work with you. So Sindhu,
സങ്കടങ്ങളാണ് സാറിൻ്റെ ഒരു പടത്തിൽ. നക്ഷത്രപ്പൂവേ